ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു റീസെൻറ്റ് ട്രാവൽ വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗറിയിലെ ബുദാപെസ്റ്റാണ്. അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ ചൂസ് ചെയ്തത് റയനെയർ ആയിരുന്നു. നല്ല മഞ്ഞായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാരൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. ലാൻഡിങ്ങിൻ്റെ തൊട്ട് മുന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ബുദാപെസ്റ്റ് കംപ്ലീറ്റ് സ്നോയിൽ മൂടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ബുദാപെസ്റ്റിൽ ലാൻഡ് ചെയ്ത് എല്ലാവരും ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി നമ്മളിനി ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ എയർപോർട്ട് ഷട്ടിൽ ബസ് 100E എന്ന് പറഞ്ഞ നമ്പറാണ് ബസ്സാണ് എടുത്തത്. അത് നമ്മൾ നേരെ സെൻട്രൽ സ്റ്റേഷനിലെത്തി. സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ അക്കോമഡേഷൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട്. ഫസ്റ്റിന് നമ്മളവിടെ കണ്ടത് ഈ ക്രിസ്മസ് മാർക്കറ്റാണ്. ക്രിസ്മസ് മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ. നമ്മൾ വെതർ കണ്ടീഷനൊക്കെ നോക്കിയിരുന്നെങ്കിലും ഫസ്റ്റത്തെ ദിവസം തന്നെ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആദ്യം തന്നെ ഈ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ. അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് ആയിക്കോട്ടെ, അവിടുത്തെ റെസിഡൻസ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കരമായിട്ട് ആ ഒരു സ്നോഫാൾ എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ മാൾട്ടയിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് മാൾട്ടയിൽ സ്നോഫാളോ ഒന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ചിക്കോ കണ്ടില്ലേ, അതിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് അത് എൻജോയ് ചെയ്യണത്. ഇവിടെ ഡിസ്ട്രിക്റ്റ് 7 നമ്മൾ എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. ഗോസ് ടു ഉദുബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഒരുപാട് കഫേ, റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ എയർബിഎൻബി ചെക്ക് ഇൻ ടൈം 3 മണിയായിരുന്നു. ഒരു ഹാഫ് ആൻ അവറും കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ജസ്റ്റ് പുറത്ത് തണുപ്പും കൂടിയല്ലേ, അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് റിലാക്സ് ചെയ്യുമ്പോഴേക്ക് 3 മണി ആവുമല്ലോ ചെക്ക് ഇൻ ചെയ്യാനെന്ന് വിചാരിച്ചു. കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത് കേട്ടോ. ബുദാപെസ്റ്റിലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ 24 hours ടിക്കറ്റ്, 72 hours ടിക്കറ്റൊക്കെയാണ് എടുക്കുക. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ട്രാം, ട്രെയിൻ, മെട്രോ എല്ലാത്തിനും കയറാൻ പറ്റും. നമ്മൾ ആദ്യം എടുത്തത് 24 hour ടിക്കറ്റാണ്. 24 hourന് നിയർലി ഒരു €7 ഒരാൾക്ക് വന്നത്. അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കാണാൻ പോണത് ഇവിടുത്തെ ഹംഗേറിയൻ പാർലമെൻറ്റാണ്. നൈറ്റ് വ്യൂ അടിപൊളിയാണെന്ന് കേട്ടിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഹംഗേറിയൻ പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യാൻ പോണത്. സെൻട്രൽ സ്റ്റേഷനിൽ മെട്രോ M2 കയറി ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ തന്നെ പാർലമെൻറ്റിൻ്റെ സ്റ്റോപ്പാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ നെക്സ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള കൊസിത്തി ലജോസിലാണ് ഞങ്ങൾ ഇറങ്ങാൻ പോണത്. അവിടെ മെട്രോ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നതാണ് ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളും അയാളുടെ ഗൈഡ് ഡോഗിൻ്റെയും ഒരു സ്റ്റാച്ചു. അതെന്താണെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തിരേസിയാസ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്ചു ആയിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവിടെ എന്നുള്ളത്. മെട്രോ ഇറങ്ങിയിട്ട് നേരെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന വ്യൂ ആണ് ഈ പാർലമെൻറ്റ്. ലൈഫിൽ വൺസെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് ബുദാപെസ്റ്റിലെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു. ഫോട്ടോസിലോ വീഡിയോസിലോ ഒന്നും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇതിലും അടിപൊളിയാണ്. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. പിന്നെ ഈ പാർലമെൻറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദനൂബ് റിവറിൻ്റെ സൈഡിലായിട്ടാണ്. അങ്ങനെ നൈറ്റിൽ ഈ ചെയിൻ ബ്രിഡ്ജൊക്കെ ഒന്ന് നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് അന്നത്തെ ദിവസം പിന്നെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ഡേ എങ്ങോട്ട് പോകണമെന്നുള്ള ഞങ്ങൾ ഓൾറെഡി രാത്രി തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തത് പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തു, റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോകാൻ പോണത്
ഫിഷർമാൻസ് ബാസ്റ്റണിലേക്കാണ്. ഫിഷർമാൻസ് ബാസ്റ്റണിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകണം. സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ 16216 ബുദ്ധ കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഈ ഫിഷർമാൻ ബാസ്റ്റിൻ്റെ നേരെ മുന്നിൽ ചെന്നിറങ്ങാൻ പറ്റും. ഈ ബസ്സിൽ കയറിയിട്ടുള്ള 90% ഓഫ് ആൾക്കാരും ഒന്നെങ്കിൽ ബുദ്ധ കാസിൽ അല്ലെങ്കിൽ ഫിഷർമാൻസ് ബാസ്റ്റും കാണാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാവരും ഡ്രൈവറോട് ചോദിച്ചിട്ടാണ് കയറിയിരുന്നത്. പിന്നെ ഞാനീ പറഞ്ഞ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്തോ ഇത് വലിയ കോട്ടയാണെന്നല്ലേ. പക്ഷേ ഇത് ബേസിക്കലി ഫിഷർമാൻസ് ബാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റി മൊത്തം മേലെന്ന് കാണാനുള്ളൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധനൂബ് റിവർ, അതുപോലെ തന്നെ പാർലമെൻറ്റ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ സ്ഥലത്തിന് ഫിഷർമാൻസ് ബാസ്റ്റ് എന്നിങ്ങനെ പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ പ്ലേസ് നോക്കി നടത്തിയിരുന്നത് കുറച്ച് ഫിഷർമാൻസ് ആയിരുന്നു. അപ്പോൾ അവരെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലേസിന് ഇവർ ഫിഷർമാൻസ് ബാസ്റ്റ് എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൺറൈസ്, അതുപോലെ തന്നെ സൺസെറ്റ് ഇതെല്ലാം കാണാനും പിന്നെ നല്ല ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഞങ്ങളും ഒത്തിരി എൻജോയ് ചെയ്തു. ആ സ്നോയിൽ ഒരുപാട് നേരം കളിക്കുകയൊക്കെ ചെയ്തു. ചെറിയ കുട്ടികളുടെ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇനി ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് ഞങ്ങൾ കാണാൻ പോണത് ഫുനിക്കുലാർ ട്രെയിനാണ്. നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഫുനിക്കുലാർ ട്രെയിൻ എന്നല്ലേ. പണ്ട് കാലത്ത് രാജാവിനും സോൾജേഴ്സിനും ധനൂബ് റിവറിൽ നിന്ന് ബുദ്ധ കാസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നൊരു വൺ ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് ഈ ഫുനിക്കുലാർ ട്രെയിൻ. പക്ഷേ ഇന്ന് ബുദാപെസ്റ്റിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ലൈഫിൽ വൺസെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ചെറിയ അതുപോലെ തന്നെ അത്രയും നല്ല ഭംഗിയുള്ള വ്യൂ കാണുന്നൊരു ഷോർട്ട് ട്രെയിൻ ജേണിയാണ് ഈ ഫുനിക്കുലാർ ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് കൺട്രിയിൽ പോയാലും നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഫുഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് അവിടുത്തെ ചിമ്നി കേക്ക് ആയിരുന്നു. ബുദ്ധ കാസിലിൻ്റെ തന്നെ തൊട്ടടുത്ത് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പാണ് ഈ ചിമ്നി കേക്കിൻ്റെത്. ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അവരത് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. പല വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്തത് പിസ്താഷ്യോ കോട്ടിങ് വരുന്ന ഉള്ളിൽ ന്യൂട്ടെല്ല ഫില്ലിങ് വരുന്ന ചിമ്നി കേക്കായിരുന്നു. നിങ്ങൾ എപ്പോൾ എന്ത് ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ കണ്ടിട്ട് പോവാം. കാരണം ഒത്തിരി കടകളിൽ ഇതിൻ്റെ ഫേക്ക് അവൈലബിൾ ആണ്. നമുക്കപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഒരിക്കലും മനസ്സിലാവില്ല. പിന്നെ ഇപ്പോൾ കാണുന്നത് ഇവരുടെ ഒരു സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റാണ്, കാരവൺ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഉണ്ട് ചിമ്നി കേക്കും അതുപോലെ തന്നെ ഐസ്ക്രീം കേക്ക്, പിന്നെ അവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള വേറെ ഫുഡ് ഐറ്റംസ് ഒക്കെ. പക്ഷേ നമ്മൾ ഒരിക്കൽ ചിമ്നി കേക്ക് ട്രൈ ചെയ്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ അത് ട്രൈ ചെയ്യാൻ നിന്നില്ല. ബുദാപെസ്റ്റിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ഡിഷാണ് ഇവരുടെ ഗൊലാഷ് സൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ മമ്മ ഗൊലാഷ് എന്ന് പറഞ്ഞ കടയിൽ പോയി ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒത്തിരി വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരോട് എന്ത് ചെയ്തു, എപ്പോഴാണ് ഏകദേശം തിരക്ക് കുറവെന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ടൈമായപ്പോൾ പോയി. സ്റ്റിൽ ഞങ്ങൾ ആ ടൈമിൽ പോയപ്പോഴും ഇത്രയും ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വിത്തിൻ 5 to 10 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റി. അപ്പോൾ ഇവിടെ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ഐറ്റമാണ് ഈ ഗുലാഷ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബീഫ് ഗുലാഷ്, അതുപോലെ തന്നെ ചിക്കൻ പാപ്രിക്കാഷ്, പിന്നെ ഗാർലിക് ബ്രെഡ്, നോർമൽ ബ്രെഡ്സ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവരിതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് തരുന്നതാണ് പെപ്രിക്ക സോസ്. സത്യം പറയാലോ, നിങ്ങൾ ബുദാപെസ്റ്റിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവരുടെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഈ ഗൊലാഷ്, അതുപോലെ തന്നെ ചിക്കൻ പാപ്രിക്കാഷ് കേട്ടോ. ഞങ്ങൾ ബുദാപെസ്റ്റ് വരുന്നതിന് മുന്നേ ഒത്തിരി കാര്യങ്ങൾ ഇവരുടേത് സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടൊരു വീഡിയോ ആയിരുന്നു, ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു, ധനൂബ് റിവറിലൂടെയുള്ള ഈ ക്രൂയിസിൽ പോകുന്നൊരു ട്രിപ്പ്. ആ ക്രൂയിസിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബുദാപെസ്റ്റിൻ്റെ നൈറ്റ് വ്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ പാർലമെൻറ്റ്, അതുപോലെ തന്നെ ബ്രിഡ്ജ്, ചെയിൻ ബ്രിഡ്ജ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1 അവറിനുള്ളിൽ അവർ കവർ ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഏകദേശം 14 യൂറോ എന്തോ ആണ് ഒരാൾക്ക് വരുള്ളൂ. ഒരു ഏകദേശം 45 to 1 അവറിൻ്റെ ഉള്ളിൽ ഇവർ നമ്മളെ കൊണ്ട് എല്ലാം കാണിച്ചു തരും. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ കണ്ടതായിരുന്നു ഈ പാർലമെൻറ്റ്.
ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങളിത് അടുത്ത് നിന്നിട്ടാണ് കണ്ടത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ ഒരു വ്യൂ ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്രൂസ് എടുത്തു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ലിബർട്ടി ബ്രിഡ്ജ്. നേരത്തെ നമ്മൾ ചെയിൻ ബ്രിഡ്ജ് കണ്ടിരുന്നു, ഇപ്പോൾ കാണുന്നതാണ് ലിബർട്ടി ബ്രിഡ്ജ്. ലിബർട്ടി ബ്രിഡ്ജ് നൈറ്റിൽ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9 o'clock ആയപ്പോഴാണ് ക്രൂസ് എടുത്തത്. ഒരു 9:40 ആയപ്പോഴേക്ക് എല്ലാം കണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഫുഡ് കഴിച്ച് ഞങ്ങൾ റൂമിലെത്തി. പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് നാളെ എവിടെ പോകണമെന്നായിരുന്നു. അത് ഞങ്ങൾ ഫസ്റ്റ് തീരുമാനിച്ചതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കഫേ ആയിട്ടുള്ള ഈ കഫേയിൽ പോകണം എന്നുള്ളത്. പാരീസി പാസേജ് എന്നുള്ള ഈ കഫേയിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സൊക്കെ അത്രയും അടിപൊളിയാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇതൊരു കഫേയാണ് എന്നുള്ളത്. ഒരു നോർമലായിട്ടൊരു കഫേയാണ് ഇവർ ഇത്രയും ഭംഗിയിൽ ഇതിൻ്റെ ആർക്കിടെക്ചർ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കോഫിയെല്ലാം ഓർഡർ ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ആ കംപ്ലീറ്റ് വ്യൂവും അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത്രയും നന്നായിട്ട് ആസ്വദിച്ചു. ലൈഫിൽ വൺസെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് വന്ന് കാണണം. കഫേയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ട്രാം എടുത്തിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചത് ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റിലാണ്. ഏത് രാജ്യത്ത് പോയാലും അല്ലെങ്കിൽ ഏത് കൺട്രി നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴും അവിടെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള മാർക്കറ്റ് കാണാം. അവിടെ ആയിരിക്കും അവരുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കാണാൻ കിട്ടുക. അങ്ങനെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, സെൻട്രൽ മാർക്കറ്റിലെത്തി. സെൻട്രൽ മാർക്കറ്റിലെത്തിയപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇവരുടെ ഒരു മെയിൻ ഐറ്റമാണ് ഈ പാപ്രിക്ക എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവരുടെ പാപ്രിക്ക നോക്കി. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഫ്ലൈറ്റിൽ, അതുകൊണ്ട് വാങ്ങിയില്ല എന്ന് മാത്രം. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാ ട്രിപ്പ് പോകുമ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണ് എന്ത് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു മാഗ്നറ്റ് വാങ്ങിച്ചു. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു വട്ടം ചിമ്മിനി കേക്ക് ട്രൈ ചെയ്തതുകൊണ്ട് നെക്സ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കോണാണ് എടുത്തത്. അതിൽ നമ്മൾ ഐസ്ക്രീം ഫില്ലിങ്ങും വാങ്ങിച്ചു. അങ്ങനെ ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ടുള്ള ചിമ്മിനി കോണാണ് അവർ നമുക്ക് തന്നത്. ഏകദേശം ഒരു 12 യൂറോൻ്റെ അടുത്ത് എന്തോ ആണ് വന്നത്. പല സൈസിൽ അവൈലബിൾ ആണ്, സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യാം. ചിമ്മിനി കോണും ഇവരുടെ വൺ ഓഫ് ദ ഒതൻറ്റിക് ഐറ്റമാണ്. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഞങ്ങൾ ഇന്നലെ കഴിച്ച ചിമ്മിനി കേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാം ട്രൈ ചെയ്തു. അങ്ങനെ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത് സൊവനിയറും വാങ്ങി ഞങ്ങളിത് നേരെ പോകാൻ പോകുന്നത് അടുത്ത സ്പോട്ടിലേക്കാണ്, ഹീറോ സ്ക്വയർ. പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, പക്ഷേ വൺ ഓഫ് ദ ഐക്കോണിക് ഫോട്ടോ സ്പോട്ടാണ് ഈ ഹീറോ സ്ക്വയർ എന്ന് പറയുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ടൈമൊന്നും എവിടെയും സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി. ഇവിടെ വന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇവരുടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഞങ്ങൾ വീഡിയോസിൽ കണ്ടിരുന്നു. അതിലെല്ലാം ട്രൈ ചെയ്തു. ലാസ്റ്റായിട്ട് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ളതാണെങ്കിൽ ലഗോസ് എന്ന് പറയുന്നത്. അതും ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും നല്ല റിവ്യൂ ഉള്ള ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. നമ്മളെല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും പിക്ചേഴ്സ് വരച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇത് അവരുടെ കാർട്ടൂൺ പോലത്തെ പിക്ചേഴ്സാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. വിത്തിൻ 5 to 10 minutes ആണ് ഒരു പിക്ചർ ഇവർ കംപ്ലീറ്റ് ചെയ്യണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാങ്കോസ് കഴിക്കാൻ പോയി. ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലാങ്കോഷ്. അങ്ങനെ ബീഫ് ലാങ്കോഷാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല റിച്ച് ഫ്ലേവറും ഫില്ലിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളൊരു 5 മണിയായപ്പോൾ എയർപോർട്ടിലേക്ക് പോകാനിറങ്ങി. എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ് കയറുന്ന വഴിയാണ് നമ്മൾ ഈ സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയ കണ്ടത്. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവരും അവിടെ സ്കേറ്റിങ് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് ചെയ്യാനറിയാം, കുറേ പേര് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ബസ്സിൽ കയറി. 100 EUR തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എയർപോർട്ടിലെത്തി. നമ്മൾ ഗേറ്റ് A19 ആയിരുന്നു. ഇതേ വിസയിലാണ് നമ്മൾ റിട്ടേൺ പോകണേ. അങ്ങനെ ഫ്ലൈറ്റ് ബോർഡിംഗ് ആയി. റിട്ടേൺ ഫ്ലൈറ്റ് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ 3 ദിവസത്തെ ബുദാപെസ്റ്റ് ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഫസ്റ്റത്തെ വ്ലോഗ് ആയതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്നാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.